ടാലി പ്രൈം 6.1 സോഫ്റ്റ്വെയറിൽ മാസം തോറുള്ള GSTR1 റിട്ടേൺ ഫയലിംഗ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതും ഫയൽ റിട്ടേൺ നൽകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. GSTR1 സെലക്ട് ചെയ്യാം. പീരീഡ് നൽകുക. അതിനുശേഷം ഏതെങ്കിലും അൺസർട്ടൈൻ ട്രാൻസാക്ഷൻസ് ഇല്ലയെന്ന് ഉറപ്പുവരുത്തുക. മുൻപ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ HSN കോഡ് റിജക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു HSN കോഡ് ഇവിടെ തെറ്റാണെന്ന് കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് തിരുത്തുന്നത് നോക്കാം. ടേബിൾ 12 സെലക്ട് ചെയ്യുക. തെറ്റായിട്ടുള്ള HSN സെലക്ട് ചെയ്യുക. ഇൻവോയ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഐറ്റം ആൾട്ടർ ചെയ്ത് HSN കോഡ് കറക്റ്റായിട്ട് നൽകാം. GST ഹിസ്റ്ററി സെലക്ട് ചെയ്തിട്ടും HSN മാറ്റാം. സേവ് ചെയ്യുക. ഇൻവോയ്സ് സേവ് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് മെനു, GST റിട്ടേൺസ്. ഇവിടെ നമുക്ക് എല്ലാ ഇൻവോയ്സ് ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് OTP ചോദിക്കും. OTP നൽകാം. അപ്ലോഡ് സക്സസ് എന്ന മെസ്സേജ് കാണാൻ സാധിക്കും. തുടർന്ന് നമുക്ക് എക്സ്ചേഞ്ച് മെനു ക്ലിക്ക് ചെയ്യാം. ഓൾ GST ഓപ്ഷൻസ്, GST റിട്ടേൺസ്, ഡൗൺലോഡ് GST റിട്ടേൺസ്. നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത ഡാറ്റ ടാലിയിൽ നിന്ന് ടാലിയിലേക്ക് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. GSTR1 സെലക്ട് ചെയ്യുക. പീരീഡ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് സക്സസ്. അതിനുശേഷം GSTR1 റീകൺസിലേഷൻ സെലക്ട് ചെയ്യുക. പീരീഡ് നൽകുക. ഇപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്ത ഡാറ്റയും ഡൗൺലോഡ് ചെയ്ത് കിട്ടിയ പോർട്ടലിൽ നിന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡാറ്റയും ബുക്ക് അക്കൗണ്ട്സും മാച്ചിങ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ടാലി റീകൺസൈൽഡ് എന്ന് കാണിക്കുന്ന സ്റ്റാറ്റസ് കാണാം. ഇനി വീണ്ടും എക്സ്ചേഞ്ച് മെനു, ഓൾ GST ഓപ്ഷൻസ്, ഫയൽ GSTR1, പീരീഡ് നൽകുക. സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ഫയലിംഗ് ക്ലിക്ക് ചെയ്യുക. പാൻ നമ്പർ, ഓതറൈസ്ഡ് സിഗ്നേച്ചറിയുടെ പാൻ നമ്പർ ഇവിടെ നൽകാം. LLP, പാർട്ട്ണർഷിപ്പ്, പബ്ലിക് ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡ് ഒക്കെ ആണെങ്കിൽ ഓതറൈസ്ഡ് സിഗ്നേച്ചറി ഒരാളുടെ പാൻ നമ്പർ ആയിരിക്കും. തുടർന്ന് EVC നൽകാം. നമ്മുടെ രജിസ്റ്റേർഡ് മെയിലിലോ മൊബൈലിലോ വരുന്ന EVC നമുക്കിവിടെ നൽകാം. ഫയലിംഗ് സക്സസ് ആയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ സമ്മറി കാണാം. പുതിയ ടാലി വേർഷൻ അപ്ഗ്രേഡ് സർവീസിനും സപ്പോർട്ടിനും നിങ്ങളുടെ ടാലി സർവീസ് പാർട്ട്ണറായിട്ട് ബന്ധപ്പെടുക. ഏകദേശം 200ഓളം വരുന്നൊരു പാർട്ട്ണർ നെറ്റ്വർക്കാണ് കേരളത്തിൽ ടാലി സോഫ്റ്റ്വെയർ ഉള്ളത്. താങ്ക് യു.